ഈ അമ്മയിലെ തർക്കത്തിൽ തന്നെ പ്രത്യേക സമിതി വേണം തന്റെ പരാതി അന്വേഷിക്കാൻ എന്ന് നടി അൻസിബ ആവശ്യപ്പെട്ടിരുന്നു. ആ പരാതി പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഗണിക്കും എന്ന വിവരം വരികയാണല്ലോ. അതായത് അവരുടെ ആവശ്യം തള്ളിയെന്നാണോ ലിഡിയ? അനുജ, നിലവിൽ പ്രത്യേക സമിതിയെ രൂപീകരിക്കാനാകില്ല എന്നാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിലപാട്. അതായത് ടിനി ടോമിന് എതിരെ അടക്കമുള്ള പരാതികളിൽ, അൻസിബയുടെ പരാതികളിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കണം, ഒരു നിഷ്പക്ഷ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു അൻസിബ പറഞ്ഞിരുന്നത്, ആവശ്യപ്പെട്ടിരുന്നത്. അതായത് രമേശ് പിഷാരടി, മാല പാർവതി, ഒപ്പം ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടുന്ന നിഷ്പക്ഷ കമ്മിറ്റി രൂപീകരിക്കണമെന്നായിരുന്നു അൻസിബയുടെ ആവശ്യം. പക്ഷേ അത് പരിഗണിച്ചേക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത് പ്രായോഗികമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് അമ്മ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വരുന്ന ജനറൽ ബോഡിക്ക് മുൻപ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവുകൾ സഹിതം ഹാജരാക്കാൻ അമ്മ അൻസിബയോട് ആവശ്യപ്പെട്ടിരുന്നു. അൻസിബയെ കേൾക്കാമെന്ന് അമ്മ പറഞ്ഞിരുന്നു. 1 മുതൽ 3 വരെയുള്ള ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം ഹാജരായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരണമടക്കം നൽകാമെന്നാണ് അമ്മ അൻസിബയോടക്കം ആവശ്യപ്പെട്ടത്. ഒപ്പം അൻസിബയ്ക്ക് മാത്രമല്ല കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലിനും അടക്കം ഇത്തരത്തിൽ നോട്ടീസ് അമ്മ അയച്ചിരുന്നു. പക്ഷേ നിഷ്പക്ഷ സമിതി ഇല്ലെങ്കിൽ അത്തരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നാണ് അൻസിബയുടെ നിലവിലെ നിലപാട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ഒരു പരാതിയിൽ മുഖ്യമന്ത്രിക്കും ഒപ്പം DGPക്കും അൻസിബ അയച്ച പരാതിയിൽ തുടർ നടപടികൾക്കും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.